രണ്ട് കരം വീശി ഹല്ലേലൂയ. നിങ്ങളുടെ തിരിയാൻ കാരണം സ്നേഹത്തിൻ്റെ ഓരോ കടലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ അൾത്താരയിലേക്ക് നിങ്ങൾ നോക്കിയ സ്നേഹക്കടലായ കർത്താവിനെ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം, ഒരു ചലഞ്ച് വയ്ക്കുന്നു. തുടക്കത്തിൽ തന്നെ മക്കളെ, ഇതുമാതിരി നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. ഇതുമാതിരി നിങ്ങളെ സ്നേഹിക്കുന്നത്, ഇതുമാതിരി ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിന്നെ അയൽവക്കക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടോ നിങ്ങൾക്ക് വേണ്ടി തല്ലുകൊള്ളാൻ, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ, നിങ്ങളുടെ അടുത്ത് നമുക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് മധ്യസ്ഥത വയ്ക്കാൻ, അവിടെ അപ്പ പിതാവിൻ്റെ അടുത്തിട്ട് എൻ്റെ മോൻ ഡൊമിനി, എൻ്റെ മോൻ്റെ ആശ, എൻ്റെ മോള് ഷീബ, അവൾ ചെയ്ത പാപം പപ്പാ നീ കണക്കിലെടുക്കരുത് കേട്ടോ, ഞാൻ തല്ലുകൊള്ളാം, അതിന് പകരം എൻ്റെ മോൾക്ക് അനുഗ്രഹം കൊടുത്തോളോട്ടാ, അവളെ ഒന്നും ചെയ്യരുതിട്ടാ എന്ന് വാദിക്കുന്ന ഒരു ദൈവമാ ഈ അൾത്താരയിൽ കാണുന്നത്. വലത് കരമേഴ്ത്തി ഹല്ലേലൂയ, ഇടത് കരമേഴ്ത്തി ഹല്ലേലൂയ, രണ്ട് കരം വീശി ഹല്ലേലൂയ. സത്യം പറയാ, ഇത് പറയുമ്പോൾ ഇവിടെ നിന്ന് കരയാൻ തോന്നും. കാരണം കർത്താവിന്റെ സ്നേഹം മക്കളെ ഈ ഭൂമിയിൽ ആർക്കും തരാൻ പറ്റില്ല. വലത് കരമേഴ്ത്തി ഈശോയേ എന്ന് വിളിച്ചേ. കർത്താവിൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ ആർക്കും 100 കോടി സ്വർണത്തിനോ ഈ ഭൂമിയിലുള്ള സമ്പത്തിനോ ഒന്നും തരാൻ പറ്റില്ല മക്കളെ. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സങ്കടപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും മനസ്സിൽ. ചില എന്താ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത, എന്താ ഞങ്ങൾ എന്തോരം പ്രാവശ്യം ഈ ഗാഗുൽത്തായുടെ പടി കയറി വരുന്നേ, എത്ര പ്രാവശ്യം ഞങ്ങൾ ധ്യാനത്തിൽ കൂടുന്നേ, വീട്ടിലെ കെട്ടുകൾ ചിലതൊന്നും അഴിയുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു ചെറിയ പണ്ടത്തെ നമ്മുടെ അപ്പച്ചന്മാർ ചെയ്യുന്ന ഒരു ചെറിയ ലോജിക്ക്, സിമ്പിൾ ലോജിക്ക് പറഞ്ഞുതരാം. നമ്മൾ പെരുന്നാളിലൊക്കെ ഇങ്ങനെ കച്ചവടക്കാരെ കാണും. പെരുന്നാളിന് ഇല്ലേ, നിങ്ങളുടെ വീട്ടിലില്ലേ? കണ്ടിട്ടുള്ളവർ, കച്ചവടക്കാരൊക്കെ ഒന്ന് കണ്ടിട്ടുള്ളവരൊന്ന് കൈ വയ്ക്കുക. ഈ പീപ്പിയും ബലൂണൊക്കെ അങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലെ ഞാൻ അപ്പച്ചൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ പീപ്പിയും ബലൂണൊക്കെയും അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വണ്ടികളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അപ്പൻ എല്ലാ കച്ചവടക്കാരുടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരാറുണ്ടോ? ഉണ്ടോ? അതെന്താ പറയാറ് അപ്പച്ചൻ? അല്ല അമ്മ, അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്താ പറയാറ്? ചിലത് വാങ്ങിച്ചു തരും, ചിലപ്പോൾ പറയും ഇതിപ്പോൾ എൻ്റെ ആവശ്യമില്ല, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാം. ചിലപ്പോൾ അടുത്ത പെരുന്നാളിൽ വാങ്ങിച്ചു തരാം. ചെറിയൊരു കാറ് വാങ്ങിച്ചു തന്നിട്ട് മോനെ ഇപ്പം ഇതുകൊണ്ട് മോള് കളിക്ക്. അപ്പം നമ്മളവിടെ കിടന്ന് ഉരുളും വാശി പിടിച്ച്, എന്ത് എനിക്കിത് മുഴുവൻ വേണം, ഈ കാറ് മുഴുവൻ, ഈ പി മുഴുവൻ വേണം, ഈ ബലൂൺ മുഴുവൻ വേണം. അപ്പം പറയും, പതുക്കെ ഇങ്ങനെ തട്ടിയിട്ട് പറയും, വന്നേ വീട്ടിക്ക് വന്നേ എന്നൊരു ചെറിയ അടിയല്ല, എന്നാൽ ഒരു ചെറിയ തട്ടലേക്ക് തന്നിട്ട് പറയും, വീട്ടിക്ക് വന്നേ. നമ്മൾ കാറി കൂവ് അവിടെ നിന്നിട്ട്, കാരണം നമുക്ക് ആ കച്ചവടക്കാരുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനം കിട്ടിയാലും നമുക്ക് സന്തോഷമാവുള്ളൂ, പ്രത്യേകിച്ച് വലിയ വലിയ സാധനങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സിമ്പിൾ ലോജിക്ക് ചെറിയ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തിട്ടത്, ഇപ്പോൾ നിങ്ങൾ ഒരു കൊട്ട നിറയെ സാധനങ്ങൾ ആഗ്രഹിച്ചിട്ടും അങ്ങനെ മനസ്സിൽ നിയോഗം വച്ചിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷേ അപ്പാ പിതാവിന് അറിയാം ഏത് സമയത്ത് ഏത് തന്നാലാ അത് നിന്റെ നന്മയ്ക്ക് ഉപകരിക്കുള്ളൂ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം എൻ്റെ മോൾക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ മനോഹര. പ്രിയപ്പെട്ട ദൈവമക്കൾ, അതായത് ഇപ്പോൾ നമ്മുടെ മോള്, ഞാനിവിടെ അച്ഛൻ വിളിച്ചു പറയുന്ന കേട്ടു, അത് ജർമ്മനി പോകാൻ അങ്ങനെയുള്ള. അപ്പോൾ 2 പേർക്ക് കണ്ട് അച്ഛൻ പറഞ്ഞ എൻ്റെ അത് ഞാൻ അവിടെ കൊന്തശല്യം കൊണ്ട് അപ്പുറത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ 6 പേര് ഇവിടെ ഉണ്ടെങ്കിൽ വിചാരിക്കും 2 പേർക്ക് അച്ഛൻ പറയുള്ളൂ, ബാക്കി 4 പേര്. ഇപ്പോൾ ബാക്കിയുള്ള 4 പേരുടെ കഥ എന്താ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിൻ്റെ മോനെ മോളെ ഇപ്പോൾ ജർമ്മനി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വഴി തെറ്റി പോവും. കർത്താവിന് നിത്യതയാ വലുത്. കർത്താവിന് എന്താ വലുത്? നിത്യത. ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൈവയ്ക്കേ. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതമുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇത് ടെമ്പററിയാണ്, ഇത് പെർമനൻ്റ് അല്ല. ഈ ഭൂമിയിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പലരും, നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെയും വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഈ ഗാഗുൽത്താം ധ്യാന കേന്ദ്രത്തിൽ വന്നവരൊക്കെയും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ, കാരണം അവരൊക്കെയും നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച 13 കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. 13 കുഞ്ഞുങ്ങൾ, അതായത് 15, 16, 17 വയസ്സ് പ്രായത്തിൽ അവസാനത്തെ ഒരു കുഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അവൻ മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ട് അവസാന 5ാമത്തെ വർഷം MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 5ാമത്തെ വർഷം പഠനം കഴിഞ്ഞു. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല കുഞ്ഞാട്ടാണ്, നല്ല വീടും നല്ല കുട്ടിയാണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ പഠനം കഴിഞ്ഞ് പിറ്റേ ദിവസം, പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിച്ചു. 5 വർഷം MBBS കഴിഞ്ഞ് അവൻ ഈശോയുടെ അടുത്തേക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് നിത്യതയാ വലുത്.
നമുക്കത് തന്നെ ആയിരിക്കണം, സ്വർഗത്തിലേക്കൊരു നോട്ടം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിലുള്ളതൊക്കെയും നശ്വരമാണെന്ന്, ഇതിനപ്പുറമുള്ളത് സ്വർഗത്തിലാണ് എൻ്റെ നിത്യമായ ആനന്ദമെന്ന് കർത്താവിന് അറിയുന്നതുകൊണ്ട് 6-7 പേര് ചിലപ്പോൾ നിങ്ങൾ നിയോഗം വെച്ച് വിദേശത്തേക്ക് പോകാൻ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 8 പേര് നിങ്ങൾ പറമ്പിന് വേണ്ടി, പറമ്പ് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ കർത്താവ് വേണമെങ്കിൽ തൊടുന്നത് ഒരാളെ ആയിരിക്കാം. ബാക്കി ഇപ്പം സംഭവിച്ചാൽ ശരിയാവില്ല എന്ന് എൻ്റെ അപ്പനറിയാം. അതുകൊണ്ട് കച്ചവടക്കാരുടെ കയ്യിലിരിക്കുന്ന സകലം വാരിത്തരാനായിട്ട് അപ്പൻ ചിലപ്പോൾ സമ്മതിക്കില്ല. ആ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും, പക്ഷേ അവൻ കൈവിടയില്ല. അവൻ സ്നേഹമുള്ള ദൈവം. അതിനെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 84:11. ഒന്ന് കരം ഉയർത്തി, വലത് കരം ഉയർത്തി 11 ഏറ്റു ചെല്ലാം. എന്തെന്നാൽ ഉറക്ക ചൊല്ലിക്കോ, അനുഗ്രഹം കിട്ടും. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. വലുതരം ഉയർത്തിക്കോ, ഒന്നുകൂടി ഒന്ന് ഉയർത്തി നന്നായിട്ട് മുട്ടുമടക്കുക. ഈ സമയത്ത് ഈ വചനം ചൊല്ലണ സമയത്ത് മുട്ടുവേദനയ്ക്ക് വിട്ടുപോക്കോളും. അപ്പോൾ നന്നായിട്ട് ഈ വചനം ശ്രദ്ധിച്ച്, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ഈ പരമാർത്ഥത എന്ന് ഈശോ ആഗ്രഹിക്കുന്ന പരമാർത്ഥത എന്താണെന്ന് നമുക്ക് കാണാം. വലത് കരം വരുത്തി ഹല്ലേലൂയ, ഇടത് കരം വരുത്തി ഹല്ലേലൂയ, 2 കരം വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ ഒരു പള്ളിയുടെ മുറ്റത്ത് കൂടെ പോകുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പരമാർത്ഥത. അപ്പം പരിശുദ്ധ കുർബാനയിൽ ഇന്ന് ഈശോ ജീവനുള്ള ദൈവം. നിങ്ങൾ വിശ്വസിക്കുന്ന ഇന്ന് വലത് കരം ഉയർത്തി പരിശുദ്ധ കുർബാനയ്ക്കൊന്നുമെന്ന് സ്തുതി ചൊല്ലിയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരം വീശി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 2 കരം വീശി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. സിസ്റ്റർ, ഇന്ന് രാത്രി വിളക്കന്നൂർ പോവാം. നമുക്കറിയാലോ, കത്തോലിക്ക സഭ അംഗീകരിച്ച് കർത്താവിൻ്റെ തിരുമുഖം ലോകത്തിൽ ആദ്യമായിട്ട് കർത്താവ് തൻ്റെ തിരുമുഖം കാണിച്ചു കൊടുത്തത് എവിടെയാണ്? വിളക്കന്നൂർ. ഇപ്പോൾ സഭ അംഗീകരിച്ചതാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളുടെ ആരാധിക്കാൻ വരുന്ന മക്കൾ ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് 56 പേര് വിളക്കന്നൂർ പോയി ഈശോയെ ആരാധിക്കാനായിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് പറയുമ്പോൾ സന്തോഷം എന്നത്, ഞാൻ ഈ ആരാധിക്കുന്ന മക്കളെ സിസ്റ്റർ പലപ്പോഴും കണ്ടിട്ട്, ഈ ഫറവോയുടെ മോശയിലൂടെ ദൈവം ആവശ്യപ്പെട്ടത് എന്താ? ആരാധിക്കാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുക. കർത്താവിനെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കൾ എന്തുണ്ട്? വിടുതലുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു സംഭവത്തിലേക്ക് കിടക്കുക. സിസ്റ്റർ പള്ളിയുടെ മുറ്റത്തൂടെ ഒരു ദിവസം പോകുമ്പോഴേ ഒരു ചേട്ടൻ കാറിലിരിക്കുക. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ചേട്ടൻ്റെ മകൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സ്വഭാവമൊക്കെ ഇത്തിരി നല്ല സ്വഭാവമല്ല. അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് ഈ കാറിലിരിക്കുന്നത്? അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ്, സിസ്റ്ററെ പള്ളിയകത്ത് ഞാൻ വിശുദ്ധ കുർബാന കാണാൻ വന്നിരിക്കുകയാണ്, അർപ്പിക്കാനല്ല കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന കാണാൻ വന്നിരിക്കുമ്പോൾ പള്ളിയകത്ത് ഇപ്പം നിങ്ങൾ ഇത്ര പേര് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു, അല്ലേ? ഉള്ള കാര്യമല്ലേ? തലയായിട്ടുണ്ട്, അതുകൊണ്ട് സത്യമാണ്. ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു. ഞാൻ കെമിസ്ട്രിയാണ് വിഷയം, അതുകൊണ്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് സിസ്റ്റർ പറയാം. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതിനിടെ, സിസ്റ്റർ പള്ളിയകത്ത് ഇത്രയും പേരിയ്ക്കുമ്പോൾ ഇത്രയും പേരുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? പള്ളി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ, ഇത് പിന്നെ കുറച്ചും കൂടി എയർ സർക്കുലേഷൻ ഉണ്ട് ഇവിടെ ചുറ്റും. അപ്പോൾ ഇങ്ങനെ എയർ ഇങ്ങനെ പുറത്തേക്ക്, വായു പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരികയും ഉള്ളിലത്തെ പൊട്ടവായു പുറത്തേക്ക് വേഗം പോവുകയും ചെയ്യും, ഇത്ര എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട്. പക്ഷെ പള്ളിയത്ത് ഇച്ചിരി ഭിത്തിക്ക് ഇങ്ങനെ മൂടിക്കെട്ടെ, ചെറിയൊരു വിൻഡോസൊക്കെ തുറന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സിസ്റ്ററിനറിയോ, ആ പള്ളിയത്ത് കയറിയ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ എൻ്റെ ഉള്ളിലേക്കും വരും, എൻ്റെ ലങ്സൊക്കെയും കേടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണേ, ഞാൻ കാറിൽ AC ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് കാറിലിരുന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ആ ചേച്ചി മുഖമൊക്കെ അങ്ങനെയുണ്ടോ സിസ്റ്റർ എന്ന് എന്നോട് ചോദിക്കുന്നു ഇവിടെ ഇരുന്ന്. ഓക്കെ, അങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ചേട്ടൻ പറയാം,
എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ആ ചേട്ടൻ്റെ മോന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കാണിക്കണേന്നും ആ ചേട്ടൻ പിന്നീട് ലങ്സിനൊക്കെ എവിടെയാ അസ്വസ്ഥ വന്നതെന്നറിയോ? ലങ്സിന് അസ്വസ്ഥ വന്ന് ICUവിൽ കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ചേട്ടൻ എന്നെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്താ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പം എങ്ങനെയുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് ഇങ്ങനെ നമ്മൾ ഈ കാറിലൊക്കെ ഇരുന്ന് നല്ല വായു ശ്വസിച്ച ശേഷം എങ്ങനെയുണ്ട്? ചേട്ടൻ പറഞ്ഞു, തെറ്റിപ്പോയി സിസ്റ്റർ. അങ്ങനെ കുമ്പസാരിച്ച ചേട്ടൻ നല്ലൊരു അനുതാപത്തിലേക്ക് വന്ന് ഓർക്കണേ. പ്രിയപ്പെട്ട ദൈവ മക്കളെ, പരമാർത്ഥതയോടെ ഇന്നും ജീവിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് ഇന്ന് വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, നിസ്സാരമായി കാണുമ്പോൾ, അത് കർത്താവിന് പരമാർത്ഥതയോടെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അൾത്താരെ അവഗണിക്കുന്നവൻ, ബാക്കി നിങ്ങൾ fill in the blank. അൾത്താരെ അവഗണിക്കുന്നവൻ നശിച്ചു പോകുന്നേ. വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഇടത് കരം ഉയർത്തി ഹല്ലേലൂയ, രണ്ട് കരം വീശി ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന കർത്താവ് തിരുവോസ്തിയിൽ, ഇന്നും ജീവിക്കുന്ന കർത്താവ് തിരുവോസ്തിയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞ, ഒരു തെങ്ങ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, വെളുപ്പിന് 2:30 തെങ്ങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവർ വീടുമേക്ക് ഈ തെങ്ങ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേച്ചി തന്നെയുള്ളൂ, അതിന് പേടിയായി. ഇപ്പോൾ പുതിയ വീട്, നല്ല വീട്, പുതിയ വീട്. അപ്പോൾ ഈ തെങ്ങ് വീടിന്മേക്ക് വീണ് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഒരു മുറി ഒരു കിണറുമയാണ് നിൽക്കണേ, കിണറിൻ്റെ പകുതി വശത്താണ് നിൽക്കണേ ഒരു മുറി. കാരണം ഒരു അത്ര 5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് പണിതിരിക്കണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റ ദിവസം പരിശുദ്ധ കുർബാന മുടക്കില്ല. എന്തു വന്നാലും ഈശോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ചേച്ചിക്ക്. അത്രയും വിശുദ്ധമായി ജീവിതം നയിക്കുന്ന ചേച്ചി. ഈ തെങ്ങ് വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേച്ചി തന്നെയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സൗണ്ട് കേട്ടിട്ട് ജനൽ തുറന്ന് ജനലിലേക്കൂടെ നോക്കിയപ്പോൾ ഈ തെങ്ങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേച്ചി പറയാ, ദൈവമേ ഈശോയെ, എൻ്റെ ദിവ്യ കാരുണ്യമേ, ഇന്ന് രാവിലെ പരിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന് രാജാവായി വാഴുന്ന കർത്താവേ. അതാ മക്കളെ നോക്കിയേ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. വലതുകരമർത്തി ഹല്ലേലൂയ, ഇടതുകരമർത്തി ഹല്ലേലൂയ, രണ്ട് കരം വീശി ഹല്ലേലൂയ. അപ്പോൾ ഈ തെങ്ങ് എന്തുണ്ടായെന്നറിയോ? ഈ നേരെ വീടിൻ്റെ മേലേക്ക് വന്ന തെങ്ങ് സൈഡിലേക്ക് പോയി, അപ്പുറത്തെ പറമ്പിലേക്ക് പോയി, അതവിടെ വീണു. ചേച്ചി പറഞ്ഞു, അന്ന് ടീച്ചർ ഒരു പാട്ട് പാടി കൊടുത്തു, ഇങ്ങനെ ഇന്നും എന്നും കൂടെ ഇരിപ്പാ. എൻ്റെ സൗണ്ടൊക്കെ അത്ര നല്ലതൊന്നുമല്ല എനിക്ക്, പാട്ടിൻ്റെ കണ്ടന്റ് നിങ്ങൾ കേട്ടോ. ഈശോ പാടിക്കൊടുത്ത്, ഇന്നും എന്നും കൂടെ ഇരിപ്പാൻ അപ്പമായി തീർന്നവനെ. വലത് കരമത്തി ഹല്ലേലൂയ, ഇടത് കരമത്തി ഹല്ലേലൂയ, രണ്ട് കരം വീശി ഹല്ലേലൂയ. മോനെ മോളെ നീ അനാഥയല്ല, മോനെ മോളെ നീ അനാഥയല്ല, നിനക്ക് വേണ്ടിയാ നിസ്സാരമായ അപ്പമായത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ തിരുവോസ്തി, ഞങ്ങൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരുവോസ്തി ഒരുമിച്ചാക്കി എന്നാ പറയുക, സക്രാരിയിൽ ഞങ്ങൾ സിസ്റ്റേഴ്സാ ചെയ്യുന്ന ഞങ്ങളുടെ ഇടവകയിൽ. അപ്പോൾ ഇങ്ങനെ തിരുവോസ്തി ആക്കുന്നതിനിടയ്ക്ക് ഈ സൈഡിലിരിക്കുന്ന ആൾക്കാർ ശുശ്രൂഷി പെട്ടെന്ന് അവൻ ഫാനിട്ട് അറിയാതെ ഇട്ട വഴി ഒരു തിരുവോസ്തി പറന്ന് താഴേക്ക് ഇങ്ങനെ പോയപ്പോൾ ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് അവിടെ മുട്ടുകുത്തി തിരുവോസ്തി എടുത്ത് ഉമ്മം കൊടുത്ത് ഞാൻ കുസ്തോതിയിലേക്കിട്ട് സക്രാരി കൊണ്ടുവച്ചു. അത്രയും ചെറുതായ കർത്താവ്, എന്തിനാണെന്നറിയോ? എൻ്റെ പൊന്നുമക്കളെ, തൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും ചെറുതായ കർത്താവ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ വലിയ മസിൽ പിടിച്ച് വിഷമിച്ചിരിക്കുന്ന മക്കളെ ഒന്ന് നന്നായി ചിരിച്ച് തൊട്ടടുത്തിരിക്കുന്നവർക്കൊന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത് ചിരിച്ചിട്ട് പറഞ്ഞേ, മസിൽ പിടിക്കാണ്ട്, ഇങ്ങനെ ക്ഷീണിക്കാണ്ട്, മടുപ്പ് തോന്നാണ്ട്, സന്തോഷത്തോടു കൂടി ഒരാളെ പോലെ ഈശോ കൈവിടില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്ലഡ് എടുത്ത് ഒപ്പിട്ട് തരാം. ഈ ഒരാളെ പോലും കർത്താവ് കൈവിടില്ല, ഒരാളെ പോലും കർത്താവ് കൈവിടില്ല. പക്ഷേ ഒരു കാര്യം മാത്രം, ചില കാര്യങ്ങളൊക്കെയും ഈശോയ്ക്ക്, അതായത് നമ്മുടെ നിത്യതയെക്കുറിച്ച് കർത്താവിന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനാൽ ഇപ്പോൾ ഈ കാര്യം നടന്നാൽ എൻ്റെ മോൻ, എൻ്റെ മോള് എൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോവും, തെന്നിപ്പോവും. പലപ്പോഴും സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, സിസ്റ്റർ ഈ സഹനം ഉണ്ടായത് നന്നായി, അതുകൊണ്ടാണ് ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കാരണം. ഈ സഹനം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കർത്താവിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോകുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയവും കർത്താവ് അവഗണിക്കില്ല. വലതുകരം എടുത്തി ഹല്ലേലൂയ.